കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ പ്രിയ തങ്ങളുടെ പ്രത്യേക സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന ആ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം. പലപ്പോഴും വിശ്വാസത്തിൽ വന്ന പല വർഷങ്ങളായി കഴിഞ്ഞ വ്യക്തികളും പ്രാർത്ഥിക്കാൻ പോലും ഭയപ്പെട്ട്, പല കാര്യങ്ങൾ ചെയ്യാൻ ഭയത്തോടെ, ഒരു ദാസൻ എങ്ങനെയാണോ യജമാൻ്റെ അടുക്കൽ വരുന്ന പോലെ ഭയപ്പെട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയാം, ആ ദാസത്വത്തിൽ ഇരിക്കാനല്ല കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തത് നമ്മളെ മക്കളാക്കി തീർക്കുവാന്, അവകാശികളാക്കി തീർക്കുവാന്, സർവ്വത്തിൻ്റെ ഉടയവരാക്കി തീർക്കുവാന്. ഇന്ന് ഈ ദിവസങ്ങൾ നമ്മൾ കേട്ട ആ നീതിബോധം, കർത്താവായ യേശുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നീതിബോധം. പിതാവിൻ്റെ അടുക്കൽ തല ഉയർത്തി ചെല്ലാമെന്നുള്ള ധൈര്യം. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം പറയുന്നത്. ഇന്ന് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് യേശു മുഖാന്തരം, യേശുവിൻ്റെ രക്തം മുഖാന്തരം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ തുടർഭാഗം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം, ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത വിടുതലുകൾ നടക്കും, സൗഖ്യങ്ങൾ നടക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നാളുകളായിട്ടുള്ള ഭാരങ്ങൾ മാറിപ്പോകും. സോ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 വായിച്ചേ. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കടബാധ്യത എവിടെയുണ്ട്? നിങ്ങളും ഞാനും ചുമന്ന് നടക്കേണ്ട ആവശ്യമുണ്ടോ? എവിടെയുണ്ട് സാധനം? ക്രൂശിൽ കഴിഞ്ഞു. ഹല്ലേലൂയ. പിന്നെ ഇനി ജീവിക്കുന്നത് ഞാനല്ല, the life now I am living. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്നുവെച്ചാൽ ആ ഫ്രീഡം, പുനരുദ്ധാനം, അതിന്റെ ഭാഗമാണ് ഞാൻ നിൽക്കുന്നത്. വായിച്ചേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷ പോലും ദൈവത്തിന്റെ കൃപയ്ക്കകത്തുനിന്ന് faith we took it. അപ്പൊ ഈ കൃപ ഞാൻ ഇനിയും എന്താക്കത്തില്ല, വൃഥാവാക്കുന്നില്ല. വായിച്ചോ. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇനിയും നോക്കിയാൽ നീതി വരുന്നുവെങ്കിൽ, ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നിയമങ്ങളും പ്രമാണങ്ങളും മാനുഷിക കൽപ്പനകളും വീണ്ടും വരുമ്പോൾ അതിനോട് കൂടെ വരുന്ന നമ്മൾ അന്ധരായി പോവും. അതുകൊണ്ടാണ് ഈ പൗലോസ് 3-ാം അധ്യായത്തിൽ പറയാ, ക്രിസ്തു യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി. ഇത്രയും ക്ലിയർ ആയിട്ടാണ് നിങ്ങളുടെ മേൽ ഞാൻ വരച്ചു കാണിച്ചത്. അതിന് ശേഷം ആരാ നിങ്ങളുടെ മേൽ കൂടോത്രം ചെയ്തേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരാ അന്ധനാക്കി തീർത്തേ? പിന്നെ നിങ്ങൾ എങ്ങനെയാ പ്രവൃത്തിയിൽ നിൽക്കുന്നേ? കാര്യം നീതി ലഭിച്ചത് പ്രവൃത്തിയാലല്ല, വിശ്വാസം നിമിത്തം അത്രേ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഐഡന്റിഫൈയിങ് ഇൻ എവറിത്തിങ് വിത്ത് ക്രൈസ്റ്റ്. എല്ലാ കാര്യത്തിലും ഞാൻ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇന്നത്തെ എൻ്റെ വെല്ലുവിളി എവിടെയാ? ക്രൂശില. യേശു ഏറ്റെടുത്തു. അത് എൻ്റെ കടബാധ്യത അവിടെ കിടപ്പുണ്ട്. ക്രിസ്തുവിൽ ഒരുവനായി കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് ഈസ് ഓൾറെഡി റീജനറേറ്റഡ് ഫോർ സക്സസ്, ബട്ട് ഫ്ലെഷ് ഇസ് നോട്ട്. അതുകൊണ്ടാണ് ഈ യുദ്ധം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിറ്റിൽ താൻ ക്രൂശിന്റെ അപ്പുറം ചെന്ന് കഴിഞ്ഞിരിക്കുക. ഹി ഹാസ് ഓൾറെഡി സീൻ ദ റിസറക്ഷൻ. അതുകൊണ്ടാണ് പറയുന്നത് ഫ്ലെഷ് ഇസ് വീക്ക്, സ്പിരിറ്റ് ഇസ് വില്ലിംഗ്, but the flesh is weak. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ഈ കേൾക്കുന്ന വചനം മുഴുവൻ എങ്ങോട്ടാ ചെല്ലുന്നേ? ആത്മാവിലോട്ടാ ചെല്ലുന്നത്, അകത്തെ മനുഷ്യനിലോട്ടാ കയറുന്നേ. ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാവ് ഓൾറെഡി ഉയർച്ച കണ്ടു കഴിഞ്ഞിരിക്കുക, പക്ഷെ ഈ ജഡം അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ സഭായോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആത്മാവ് ഗേറ്റിലെത്തി, ശരീരം പുറകെ പോകുക. ഹല്ലേലൂയ. ആ സംഘർഷം ജയിക്കുന്നതാ ദൈവവചനം. ആ സംഘർഷം ജയിക്കുന്നതാ വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം. അത് എത്തിയെടുത്ത് ഞാനും എത്താൻ പോകുക. എൻ്റെ ജീവിതം ഒരിക്കലും പരാജയമായി തീരാൻ പോകുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നത് താമസിച്ച, പക്ഷെ നടന്നല്ലോ.
അതിൻ്റെ കാര്യം ആത്മാവിൽ ഓൾറെഡി അത് നടന്നു. നിങ്ങൾ എത്തിയപ്പോൾ അത് കണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ തലമുറയുടെ എല്ലാ നന്മകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, see it by faith, speak by faith, it will happen in your life. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു കാര്യത്തിൻ്റെ ഉറപ്പ്, ഈ നീതി ദൈവം എന്തുകൊണ്ടാണ് തന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തങ്കുവിനെ സ്നേഹിച്ചു. നിങ്ങളുടെ പേര് കൂട്ടി അത് വായിച്ചേ. നല്ല ഒച്ചത്തിൽ വേണം വായിക്കാൻ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ജുബിൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. അപ്പൊ ഞാൻ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച ആളുടെ മോട്ടിവേഷൻ പ്രേരണ എന്തായിരുന്നു? എന്നോടുള്ള സ്നേഹം. ഹല്ലേലൂയ. എൻ്റെ ഗുണം വല്ലതും കണ്ടിട്ടാണോ? പിന്നെ എന്താ? എന്നോടുള്ള അത് മനസ്സിൽ വെച്ചോണ്ട് നീ ഒന്ന് വായിച്ചേ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന തങ്കുവിന് തങ്കു നശിച്ചു പോകത്തില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞ, ഞാൻ നശിച്ചു പോകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണെന്ന് എത്ര പേര് ഇത് പിന്നെ ഇടയ്ക്ക് വരും സംശയം. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത് സങ്കല്പങ്ങളും വിചാരങ്ങളും എന്ന കോട്ടയെ ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ എന്നാ ചെയ്യണം? തലയോടണം. എൻ്റെ കോട്ടയെ നീ എന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പ്ലീസ്. അങ്ങനെയാണോ? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സമാധാനം ആരുടെയെങ്കിലും വാക്കിനാൽ പോകരുത്. അങ്ങനെയുള്ളവരുടെ കൂടെ കൂട്ടാവുള്ളൂ. ആരെങ്കിലും ഫോൺ ചെയ്താൽ ആ ഫോൺ വെക്കുമ്പം ഇവിടെ ഒരു ഇതാണ്ട് 10 കിലോ കട്ടിയിരിക്കുന്ന പോലെ സംഭവം ഉണ്ടാകുവാണ്. മേലിൽ ആ ഫോൺ എടുക്കരുത്. ആയുസ് ഒന്നേ ഉള്ളൂ, ചുമ്മാ ഡാൻസ് ചെയ്തൊക്കെ നടക്കാനായിട്ട്. നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച്, ഹല്ലേലൂയ, നല്ല ഭക്ഷണത്തൊക്കെ കഴിച്ച് നല്ലപോലെ കിടന്ന് ഉറങ്ങി നല്ല സന്തോഷത്തിൽ അടുത്തിരിക്കുന്ന സന്തോഷം കളയരുത്. സന്തോഷം വായിച്ചു. ദൈവം തന്നെ പുത്രനെ ലോകത്തിൽ അയച്ചത് എനിക്ക് വേണ്ടി അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ. കർത്താവിന്റെ മോട്ടിവേഷൻ എന്തായിരുന്നു? എന്നോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ എന്നോടുള്ള എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ദൈവത്തിന് എന്നോട് നല്ല ഒച്ചത്തിൽ ആർക്ക് പറയാൻ പറ്റുമോ? ദൈവത്തിന് എന്നോട് God cannot afford to lose me. എന്നെ നഷ്ടപ്പെടുന്ന കാര്യം ദൈവത്തിന് ചിന്തിക്കാൻ മേല, വഹിക്കാൻ പറ്റത്തില്ല. എന്നെ നഷ്ടപ്പെടുന്ന അപ്പോഴാണ് ആരോ പറയുന്നത്, ദൈവം നിന്നെ തിന്ന് പപ്പടം പോലെ പൊടിക്കും, പിന്നതിൽ ഇടിക്കും. അത് മുഴുവൻ ഇടിച്ചതും പൊടിച്ചതും എല്ലാം ക്രൂഷ്യൽ കണ്ടാൽ മതി. ഇന്ന് ഇടിക്കപ്പെടാനും പൊടിക്കപ്പെടാനും അല്ല, മരണത്തോടെ ഏകീഭവിച്ചെങ്കിൽ അവൻ്റെ. അതുകൊണ്ടാണ് പിൻവരുന്ന മഹിമ എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത്. ആ മഹിമയിലാണ് നമ്മൾ കഴിയുന്നത്. ഒന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ നടക്കത്തുള്ളൂ. അതിൻ്റെ കാരണം എന്നോട് സ്നേഹമാണ്. അല്ലല്ലോ, എന്നോടൊന്ന് ഒച്ചത്തിൽ പറഞ്ഞു, എന്നോട് കർത്താവിന് ഭയങ്കര ഒന്നുകൂടെ പറഞ്ഞു, കർത്താവിന് എന്നോട്. അപ്പം മനസ്സിൽ വരും, എന്നാലും ഇന്നലെ ഞാൻ പാപം പ്രാർത്ഥിച്ചില്ല, ബൈബിൾ വായിച്ചില്ല, ഇന്നലെ രാത്രിയാണെങ്കിൽ ക്ഷീണിച്ച്. അതൊന്നും ഇതിനകത്ത് ഘടകമല്ലെന്ന്. ഹി ലവ്സ് മീ. ഹല്ലേലൂയ. അതാണ് സ്നേഹം. അതുകൊണ്ടാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം, റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിക്കുമ്പം, ഈ റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പം വരുന്നത് എന്താണെന്നറിയോ? അസാമാന്യ ധൈര്യം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം മുതൽ അങ്ങ് വായിച്ചു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. Hope doesn't disappoint. ഭംഗം വരത്തില്ല. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഹല്ലേലൂയ. ഇന്നത്തെ അവസ്ഥ ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലേ പോലും ഇത് നടക്കും.
കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആ ബൈബിൾ വചനം അതുപോലെ ഒന്ന് വായിച്ചേ. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അത് സംഭവിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ യേശുവിന്റെ പുനരുത്ഥാന ശേഷം. അവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. വചനം അകത്തുണ്ടോ? എത്ര പേർക്കുണ്ടോ വചനം? നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ ബൈബിൾ മുഴുവൻ നിങ്ങളുടെ അകത്ത് ഓൾറെഡി ഉണ്ടെന്ന്? വായിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ അനുഭവം ഞാൻ പറയാം. പിന്നീട് ഈ ബൈബിളിലെ വചനം ഞാൻ മനസ്സിലാക്കി. ഞാൻ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും സുവിശേഷം പറയുന്ന പല വാക്യങ്ങളും പിന്നീട് ഞാൻ ബൈബിളിൽ വായിച്ചപ്പം കണ്ടു. ഞാനോർത്ത് കൊള്ളാമല്ലോ. പിന്നെ ആ ബൈബിളിൽ വായിച്ചപ്പോൾ മനസ്സിലായത് യേശു എന്നിൽ വന്നതോടെ വചനമാകത്ത് വന്നേ. ഒരു വചനം വായിച്ചിട്ട് നമുക്കിവിടെ വരാം. 1 കൊരിന്ത്യർ 1:4 മുതൽ. ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം. എത്ര പേർക്ക് ഉറപ്പുണ്ട് പറയാൻ യേശു എൻ്റെ കർത്താവ്? ഉറപ്പാണോ? യേശു ആണ് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്. വായിച്ചു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരാകാൻ പോകുന്നു എന്നല്ല, സമ്പന്നരായി തീർന്നു. നോക്ക്, എല്ലാം ഈ പുതിയ നിയമത്തിൽ നിയമപരമായി യേശു ക്രൂശിൽ പുനരുദ്ധാനത്തോടെ എല്ലാം നമുക്ക് ലഭിക്കേണ്ടത് ഏറ്റവും വലിയ ദാനമായിരുന്നു നിത്യജീവൻ. നിയമപരമായി കർത്താവ് ക്രൂശ് മരണത്തോടെ അത് മുഴുവൻ തീർത്തത് കൊണ്ട് ബാക്കിയെല്ലാം സിമ്പിളാണ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ല. സകല വചനവും ആരുടെ അകത്ത് ഇരിപ്പുണ്ട്? ഉണ്ടോ? ഒന്നുകൂടെ വായിച്ച വചനം എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചു. നിങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. യേശു എൻ്റെ കർത്താവാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മൾ കൈ പൊക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? You have a witness in you. Christ is my witness. ആ സാക്ഷ്യം അകത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? താഴെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. സകല വചനവും ആരുടെ അകത്ത് ഇരിപ്പുണ്ട്? അവൻ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് ദൈവവചനമാണ്. പിന്നീട് ഇത് വായിക്കുന്നേ. ഹല്ലേലൂയ. അവൻ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഒരെണ്ണം കൂടെ വായിച്ചു. കൃപാവരവും എല്ലാം ഉണ്ടെന്ന് വായിച്ചേ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കുറവില്ലാത്തവരായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാ കൃപാവരം നിങ്ങളുടെ അകത്തുണ്ടോ? പ്രവചനവരമുണ്ടോ? രോഗസൗഖ്യം, എല്ലാ വരവും ആരുടെ അകത്ത് ഇരിപ്പുണ്ട്? ഒന്ന് ഉറക്കെ പറഞ്ഞ, എല്ലാ കൃപാവരങ്ങളും എൻ്റെ അകത്ത്. അപ്പൊ എൻ്റെ ജോലി എന്താ? അതിനെ ഒന്ന് ജ്വലിപ്പിച്ചെടുത്താൽ മതി. എങ്ങനെയാ ജ്വലിക്കുന്നത്? ഉപയോഗത്താൽ. എത്ര ഉപയോഗിക്കുകയോ അത്രയും ഷാർപ്പാകും. വായിച്ചു. ഇനി തിരിച്ചു വാ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. ഒന്നോട് പറഞ്ഞ, ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. വായിച്ചു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് എന്ത്? ദൈവത്തിന് എന്നോടുള്ള സ്നേഹം. വായിച്ചു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. വായിച്ചു. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ. ഞാൻ നന്നായി കഴിഞ്ഞപ്പോൾ എന്നാണോ? വായിച്ചു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടിയാ മരിച്ചത്? അഭക്തർക്ക് വേണ്ടി. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ ഒന്നുകൂടെ പറഞ്ഞിട്ട്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് പുത്രനെ അയക്കാവുന്നല്ല, ഞാൻ പാപി ആയിരുന്നപ്പോൾ തന്നെ കർത്താവിൻ്റെ ക്രൂശ് നോക്കുമ്പോൾ കാണേണ്ടത് കർത്താവിന് എന്നോടുള്ള സ്നേഹമാണ്.
ആ സ്നേഹത്തിന്റെ ഉറപ്പ് ലഭിക്കുക എന്നുള്ളതാണ്. താഴ്ത്ത് ഒരു വചനം കൂടെ വായിച്ചേ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്താൽ സംഭവിച്ചതാണ് എന്ത്? നീതീകരണം. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 23 വായിക്കണം, 5:1 വായിക്കണം, അല്ലെങ്കിൽ 23, 24, 25, 5:1 വായിച്ചേ. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമം നിമിത്തം അവൻ മരിക്കുകയും മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന. അപ്പം യേശുവിന്റെ പുനരുദ്ധാനം എന്തിനായിരുന്നു? വീണ്ടെടുപ്പും ശുദ്ധീകരണത്തിന്റെ വാർത്ത പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഇത് നല്ലൊരു മതമായി തീർന്നേ. എല്ലാം ആണ്ടിലൊന്ന് നമുക്ക് പൂവൊക്കെ ആയിട്ട് ജെറൂസലേമിൽ പോകാമായിരുന്നു. ഇന്ന് പോയാൽ പക്ഷെ അവിടെ ആരെയും കാണത്തില്ല, ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് അവനിവിടെ ഇല്ലെന്ന്. യേശുവിൻ്റെ ഉയർപ്പ് നമ്മുടെ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റ് ആസ് ഇഫ് ഐ ഹാവ് ഡൺ നത്തിങ്. സത്യത്തിൽ നമ്മൾ പാപിയാ, പക്ഷേ റോമർ 5 പറയാണ് അവൻ്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്തു? നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തവത്തിൽ നമ്മൾ നല്ല പാർട്ടികളൊന്നുമല്ല, പക്ഷെ പിതാവിൻ്റെ കണ്ണിലൂടെ ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ നമ്മളെപ്പോലെ വിശുദ്ധന്മാർ വേറെ ആരുമില്ല. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അത് ലഭിച്ചത് തൻ്റെ പുനരുദ്ധാനത്താലാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടെന്ന് 5:1 തുടങ്ങുന്നത്. അതാ വായിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് അനുകൂലമായി. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ സംഭവിച്ചതെന്താ? ദൈവം എനിക്ക് അനുകൂലമാണ്. ഒരു 2-3 വചനം കൂടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് പകൽ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ രോഗത്തോട് പറയണം, നീ വരുത്തന ഇറങ്ങാൻ പോകാനാണ്. ഹല്ലേലൂയ. പരദേശിയാ നീ, ഈ ശരീരത്തിൽ ഇതൊന്നും കേട്ടത്തില്ല. അപ്പോൾ തന്നെ വല്ലവരോടും വല്ലതും വെച്ചിട്ടുണ്ടോ, ഭാരമുണ്ടോ, അതിനോട് പറയണം ഇറങ്ങിപ്പോണം. ഇത് ഈ ശരീരത്തിൽ ഇതൊന്നും എടുക്കത്തില്ല, ഈ പാർസലൊന്നും ഇവിടെ എടുക്കത്തില്ല. സാമ്പത്തിക കടബാധ്യത, നോ, ഇത് എടുക്കത്തില്ല. അത് ഞാൻ ക്രൂശിലേക്ക് കണ്ടത്. ദാറ്റ് ഈസ് ഓവർ ഫോർ മീ. ഹല്ലേലൂയ. ജയത്തിലാണ് നമ്മുടെ ജീവിതം ആരംഭിച്ചത്. സോ നീതീകരിക്കപ്പെട്ട് ക്രൂശിന്റെ മരണത്താൽ. റോമർക്കെഴുതിയ ലേഖനം 5 വായിച്ചിട്ട് നമ്മൾ റോമർക്കെഴുതിയ 8 പോകാൻ പോവാ. വായിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. അതിന്റെ 5:8 നമ്മൾ വായിച്ചത്. വായിച്ചേ. 8. ക്രിസ്തുവും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്നേഹം ഉണ്ടെന്നല്ല, കാണിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പലരോടും ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമെന്ന് പറയും, പക്ഷേ സ്നേഹം, ലവ് ഷുഡ് ബി ഇൻ ആക്ഷൻ. പ്രദർശിപ്പിക്കുക ചെയ്യുന്നത്. അതാ ക്രൂശ്. ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടപ്പോൾ അപ്പോഴേ എനിക്കറിയാം എന്നോടുള്ള സ്നേഹം എന്താന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ആ സ്നേഹം? അത് മീറ്റിംഗ് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വരരുത്. അതിൻ്റെ കാരണം എന്താ? ഞാൻ അപ്പം ചോദിച്ചാൽ കല്ല് തരാത്തവനായ ഈ സ്നേഹം. ഞാൻ മീൻ വേണമെന്ന് പറഞ്ഞാൽ പാമ്പ് കൊണ്ട് തരുന്നവനല്ല. ആ കർത്താവ് പറഞ്ഞു അത്രയും അധികം സ്നേഹിക്കുന്നത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം അധികം സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അതിനെ പ്രദർശിപ്പിച്ചു ക്രൂശിലേക്ക്. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഐഡന്റിഫൈ ചെയ്തു എന്നെ. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം വായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു കുറ്റബോധത്തിലല്ല അവർ നടക്കുന്നത്. ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ ന്യായവിധി എന്നല്ല. ഇവിടെയുള്ള ജീവിതം ശിക്ഷാവിധി എന്ന് പറയുന്ന കണ്ടം ചെയ്ത കുറ്റാരോപം. കാര്യം കുറ്റാരോപം വരുമ്പോഴാണ് രോഗത്തെ നമ്മൾ ശാസിക്കാൻ പറ്റാത്തത്. കുറ്റാരോപത്തിൽ നടക്കുമ്പോഴാണ് കടബാധ്യതയെ ശാസിക്കാൻ പറ്റാത്തത്. കാര്യം എന്താ? കുറ്റാരോപം പറയും നീ കുറവുള്ളവനാ, കുറ്റക്കാരനാ, അതുകൊണ്ട് ഇത് വെച്ചോളാൻ. അതേസമയം ദൈവത്തിന്റെ നീതിബോധം വന്നാലോ, യേശുവിന്റെ നാമത്തിൽ
ദുഷ്ടനെ ഇത് തൊടത്തില്ല, നീ എന്നെ, എൻ്റെ തലമുറയെ തൊടത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് സമീപിക്കത്തില്ല. കുറ്റാരോപം വരുമ്പോഴാണ് ഇതെല്ലാം കണ്ടിട്ടെടുക്കുന്നത്. ദൈവത്തിൻ്റെതായിരിക്കും. ദൈവം എന്നെ പാഠം പഠിപ്പിക്കുകയായിരിക്കും. ദൈവം പാഠം എന്നെ പഠിപ്പിച്ചത് എന്നെ അല്ല, ക്രൂശിൽ യേശുവിന് വേണ്ടി യേശുവില ഞാനിത് മുഴുവൻ കാണുന്നത്. ഹല്ലേലൂയ. ദാരിദ്ര്യം തന്നു, രോഗം തന്നും, ചുറ്റുമുള്ള വാതിലടച്ച് ഹല്ലേലൂയ ദൈവത്തെ നോക്കിപ്പിക്കാൻ. ചിലർ പറയും കല്ലെറിഞ്ഞ് ദൈവം ചിലതൊക്കെ സ്വർഗത്തിൽ നിന്ന് സംസാരിച്ച് നോക്കെന്ന് പറഞ്ഞു, നോക്കിയില്ല. അപ്പം ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു കല്ലെറിഞ്ഞു നോക്കാനായിട്ട്. ചിലരെയൊക്കെ കല്ലെറിഞ്ഞാലേ മൗലം നോക്കത്തുള്ളൂ. പ്രസംഗിക്കുന്നത് കേട്ടതാ. ഞാൻ പറയുന്നത് അങ്ങനത്തെ 2-3 കല്ല് എൻ്റെ പുറത്തൂടെ വീഴുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാര്യം സ്വർഗത്തിൽ കല്ലില്ല, സ്വർണ്ണക്കട്ടി മാത്രമേ ഉള്ളൂ. അവിടുത്തെ ടാറില്ലെന്ന് നമ്മൾ ഉടനെ സ്വർണത്തിൽ നിന്ന് ഒരു കല്ല്, സ്വർഗത്തിൽ നിന്ന് കല്ല് വീഴുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഈ പാറക്കല്ല്, അവിടെ പാറക്കഷ്ണമൊന്നും ഇല്ലെന്ന്. അവിടുത്തെ റോഡ് പോലും സ്വർണത്തിലാണ്. അപ്പം കർത്താവ് എറിയാണെങ്കിൽ ഇഷ്ടികയൊക്കെ എറിഞ്ഞാൽ സ്വർണ്ണ ഇഷ്ടിക ആയിരിക്കും വന്ന് വീരുന്നത്, ഒരു 10-20 കിലോ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താൽ നിനക്ക് വെക്കാൻ പറ്റാത്ത വിധം നിന്റെ കളപ്പുറകളെ നിറയ്ക്കുന്നവനാ എൻ്റെ കർത്താവ്. ഈ വർഷം സമൃദ്ധിയുടെ വർഷമാ, ഇയർ ഓഫ് അക്കംപ്ലിഷ്മെൻറ്റാ. നിങ്ങളുടെ ഉള്ളിൽ ഒരു തരി പോലും കുറ്റാരോപം കാണരുത്. എന്ത് സാഹചര്യം വന്നാലും യേശുവിൻ്റെ നാമത്തിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുവാൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പിശാച പറയുന്നത് നീ കുറ്റക്കാരനാ, പിശാച പറയുന്നത് നീ കുഴപ്പക്കാരനാ. എന്നാൽ ക്രിസ്തുവിൻ്റെ നീതിബോധത്തിൽ നിൽക്കുന്നവൻ പറയും, എന്നിൽ ജീവിക്കുന്നവൻ, എന്നിലുള്ളവൻ ഈ ലോകത്തിലേക്കാളും വലിയുള്ളവൻ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. നീതിബോധം റെസിസ്റ്റ് ചെയ്യും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പ്രിയപ്പെട്ടവരെ, ആ നീതിബോധത്തോടെ ധൈര്യത്തോടെ നമുക്കായിരിക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. പൗലോസ് പറയും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി. ഞാൻ വീണ്ടും പറയാം, സ്തോത്രം. ഇന്ന് നമുക്ക് കൃപ കർത്താവ് ദാനമായി തന്നിരിക്കുക, സ്വാതന്ത്ര്യം തന്നിരിക്കുക. അതെന്തിനാണ്? സ്തോത്രം, നിയമമില്ലാത്തവരായിട്ട് നടക്കാനല്ല, ഇനി വീണ്ടും പാപം ചെയ്യാനുള്ള ലൈസൻസും അല്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് ഇത്രയും വലിയ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിനുള്ള സ്നേഹത്തിൽ, എൻ്റെ യേശുവെ, അങ്ങയുടെ സ്നേഹത്തെ ഇനി അറിയണം. വെറും പാപിയായിരുന്ന, സാധാരണ ഒരു മൺകൂടാരമായിരുന്ന എനിക്ക് വേണ്ടി അങ്ങ് ഈ ഭൂമിയിൽ വന്നല്ലോ, അങ്ങയുടെ ജീവൻ എനിക്ക് വേണ്ടി തന്നല്ലോ കർത്താവേ. ആ സ്നേഹത്തിൻ്റെ ആഴം എനിക്കൊന്ന് അറിയണം, ആ കൃപയുടെ ആഴം എനിക്കൊന്ന് അറിയണം എന്ന് കർത്താവിനെ കൂടുതൽ അറിയുവാനുള്ള വാഞ്ചയോടെ പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് അവനെ അറിയണം. അത് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം യേശുവിനെ എനിക്ക് വേണ്ടി മരിക്കാൻ, ഈ കൊടും പാപിയെ എനിക്ക് വേണ്ടി മരിക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ തയ്യാറാകാതിരിക്കുമ്പോൾ യേശു നീ അത് ചെയ്തല്ലോ എന്ന് ആ പ്രാർത്ഥനയോടെ ഇന്ന് കർത്താവിനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് ആഗ്രഹിക്കാം. പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവേ, ആ ക്രൂശിൻ്റെ ചിത്രം അവരുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ, ഞങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില ഓരോ ദിവസവും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ തന്നെ ശാരീരികമായ രോഗാവസ്ഥയിൽ ഭാരത്തിലിരിക്കുന്ന വ്യക്തികൾ അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. തലയുടെ വേദനകൾ മാറട്ടെ, തലയുടെ മരപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആ പെടലി സംബന്ധമായ രോഗാവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ശരീരം മുഴുവൻ സ്തോത്രം പാടുപോലെ വന്ന് ഇരിക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സ്കിൻ അലർജികൾ മാറട്ടെ. സോറിയാസിസ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് ഇപ്പോൾ തന്നെ വിടുവിക്കുന്നവയ്ക്കായി സ്തോത്രം, പൂർണ്ണ വിടുവിക്കുന്നവയ്ക്കായി സ്തോത്രം, അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്ക് തരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, അത്ഭുത സൗഖ്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. വിടുതലിൻ്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ ഓരോ വിടുതലിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആയിരിക്കാം. വീണ്ടും കാണും വരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ സാക്ഷ്യങ്ങൾ ദയവായിട്ട് വിളിച്ചറിയിക്കണം. കർത്താവ് സമൃദ്ധമായി.